വെറൈറ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. ഇത് നമ്മൾ ടിൻ ഫിഷ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതാ ആദ്യമായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതാണ് അതൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ പിന്നെ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വൈറ്റ് മീറ്റ് ട്യൂണ. ഇത് ഇൻ വാട്ടറിലാണ്, വെള്ളത്തിലുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലേക്കങ്ങ് കൊത്തി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ കട്ട പോലെ ഇരിക്കും. അതൊന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്കൊരു 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നന്നായിട്ട് നമുക്കിത് ഉടച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പം എരിവിനായിട്ട് ആവശ്യമായിട്ട് നമ്മൾ പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി കുരുമുളക് പൊടിയും കൂടി ചേർത്ത് അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഞാൻ ഉണക്കി പൊടിച്ചെടുത്ത് വെച്ചതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി കുരുമുളക് പൊടിയും മല്ലിയിലയും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒരു മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ ചിക്കനും ബീഫും മട്ടനും അതുപോലെ ഫിഷൊക്കെ വെച്ച് ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ടിൻ ഫിഷ് കൊണ്ട് ഉണ്ടാക്കുന്ന ഈ കട്ട്ലറ്റിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഉണ്ടല്ലോ നമുക്ക് ഏത് ഷേപ്പിലാണോ ഉണ്ടാക്കിയെടുക്കാൻ ഇഷ്ടം അതുപോലെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഒന്ന് ഡിപ്പ് ചെയ്ത് ഒന്ന് പൊതിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊരിക്കലും ഷാലോ ഫ്രൈ ചെയ്തെടുക്കരുത്, ഡീപ്പ് ഫ്രൈ വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതാ ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, ടിൻ ഫിഷ് കൊണ്ടുള്ള കട്ട്ലറ്റ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.